ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. D4 Diveന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം കാലത്ത് 6:30. ഞങ്ങളൊരു 5 ഫ്രണ്ട്സ് കൂടിയിട്ട് തൃച്ചിയിലുള്ള ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം കാണാൻ വന്നേക്കട്ടാ. ഞങ്ങൾ ഇന്നലെ രാത്രി പുറപ്പെട്ടതാട്ടാ. ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. വരണ സമയത്തെ ഗൂഗിൾ മാപ്പ് ചതിച്ച കാരണം ഇവിടെ തന്നെ ഇച്ചിരി ലേറ്റായി. തൃച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുച്ചിറപ്പള്ളി. ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാട്ടാ. കാവേരി നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ക്ഷേത്രങ്ങൾക്കും സംസ്കാരത്തിനും വളരെയധികം പ്രശസ്തമാണ്. റിച്ച് ബിരിയാണി, മുറുക്ക്, ബനാന ചിപ്സ്, ഫിൽറ്റർ കോഫി, ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ലോക്കൽ ഫുഡുകൾ. ചില മെയിൻ അട്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രമാണ്. നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യില്ല കേട്ടോ. നമ്മൾ തഞ്ചാവൂരാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രമായിട്ട് ഈ ഇതാലയം എന്ന് പറഞ്ഞ ഹോട്ടലിൽ റൂം എടുത്തു. 5 പേർക്ക് 750 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ നോർമൽ ഹോട്ടലാണ് കേട്ടോ. അധികം സൗകര്യങ്ങളൊന്നുമില്ല. എന്നാലും ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രം നമ്മളെടുത്തു. അങ്ങനെ ഞങ്ങളുടെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ അമ്പലത്തേക്കാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കൊല്ലങ്കോട്, പൊള്ളാച്ചി, തിരുച്ചി അങ്ങനെയാണ് വന്നത്. ഏകദേശം ഒരു 340-350 കിലോമീറ്ററോളം എടുത്തിട്ടുണ്ട്. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് നമുക്ക് എത്ര നേരം വരി നിൽക്കണമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കാരണം കൊണ്ട് ചായ കുടിച്ചിട്ട് വേണം പോകാനായിട്ട് ഉള്ളിലേക്ക്. നമ്മളിപ്പോൾ ഇവിടെ ശ്രീരംഗം തൊഴുതിന് ശേഷം നേരെ തഞ്ചാവൂർ പോകണു. തഞ്ചാവൂർ റൂം എടുക്കണു. തഞ്ചാവൂർ നൈറ്റ് വ്യൂ കാണണം. പിറ്റേ ദിവസം കാലത്ത് തഞ്ചാവൂർ തൊഴുതിട്ട് നേരെ കുംഭകോണം തൊഴുത് നേരെ പിന്നെ തൃശ്ശൂർ. ഇതാണ് നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് നടക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വേട്ടു ശ്രീരംഗനാഥ സ്വാമി ടെമ്പിൾ, ശ്രീരംഗം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ വലിയ രാജഗോപുരം കാണാൻ പറ്റൂട്ടാ. ഇവിടെ തൊട്ടല്ല, നമ്മൾ കാറിൽ വരുമ്പോൾ തൊട്ടേ കണ്ടിരുന്നു ഈ രാജഗോപുരം. പിന്നെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കാട്ടാ. ഞാൻ വിചാരിച്ചു ആരും ഉണ്ടാവില്ല എന്ന്. റീൽസിലൊക്കെ ആരുമില്ലാത്ത വീഡിയോ അല്ല നമ്മൾ കാണുന്നത്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, പിന്നെ നിറയെ കടകളുണ്ട്, നിറയെ ഹോട്ടലുണ്ട് കേട്ടോ. മുട്ടിന് ഹോട്ടലുകളാണ്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ കുറച്ച് വൃത്തിയുള്ള ഹോട്ടൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കയറാനുള്ള പരിപാടിയാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തൊഴാമെന്നുള്ളൊരു പ്ലാനിൽ എത്തിച്ചേർന്നു ഞങ്ങൾ. ഇനി അവിടെ പോയിട്ട് ഇനി എത്ര നേരം വരി നിൽക്കണമെന്നൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ സാധാ ഒരു ദോശയും ഉഴുന്നോടെയാട്ടാ പറഞ്ഞത്. സാമ്പാർ, ചട്നി, എൻ്റെ പൊന്നെ എന്തുട്ട ടേസ്റ്റ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഹോട്ടലിൽ. തമിഴ്നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് മുട്ട നമ്മളായിട്ടില്ല കേട്ടോ. ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി, ചമ്മന്തി, ഓമ്പോ എന്തുട്ട ടേസ്റ്റ്. നമ്മുടെ തൃശ്ശൂർ ഇതേപോലെ കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കടയുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്തോളൂട്ടാ. നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കട്ടാ. നമ്മളിങ്ങനെ നടന്ന് ആ രാജഗോപുരത്തിൻ്റെ അവിടെ എത്തുമ്പോഴാട്ടോ അതിൻ്റെ വലിപ്പം ശരിക്കും നമുക്ക് മനസ്സിലാവുക. മഹാത്ഭുതം എന്ന് പറയാട്ടോ. അത്രയ്ക്ക് ഭംഗിയാട്ടോ ഈ രാജഗോപുരം കാണാനായിട്ട്. ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള മെയിൻ കവാടമാണ് ഈ രാജഗോപുരം. 72 മീറ്റർ അഥവാ 236 അടി ഉയരത്തിൽ ഉയരുന്ന ഈ ഗോപുരം ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന ക്ഷേത്ര ഗോപുരമായി കണക്കാക്കപ്പെടും. 13 തറകളുള്ള ഈ ഗോപുരം കൊല്ലം 1500 ആരംഭിച്ച് 1987 ഇതിന് പൂർത്തിയാക്കിയത്. അമ്പലത്തിൻ്റെ അവിടെ കാണുന്ന കച്ചവടം തന്നെയാട്ടോ ഇവിടെ ഉള്ളത്. തുളസിമാല, താമരമുട്ട്, ചിരാതുകൾ, നെയ്യ്, എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന രാജഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ തിരുവാടി സ്ട്രീറ്റിലെത്തിയിട്ടാ. ഈ ഗോപുരത്തിൻ്റെ മുകളിൽ ഏകദേശം 135 കിലോഗ്രാം ഭാരമുള്ളതും ഏകദേശം 3 മീറ്റർ ഉയരമുള്ള 13 സ്വർണ്ണകൂടങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ടോട്ടൽ 21 ഗോപുരങ്ങളായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രാജഗോപുരം. ഇവിടുത്തെ ഗോപുരങ്ങൾക്കും കല്ലി കൊത്തിയെടുത്ത ശില്പങ്ങൾക്കും മതിൽക്കെട്ടുകൾക്കും ഒരുപാട് പഴയ കഥകൾ പറയാനുണ്ട് കേട്ടോ. അവിടുത്തെ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഓരോരോ കഥകളാട്ടോ ഓരോരുത്തർ പറയണത്. നമ്മൾ രാജഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് അമ്പലത്തിനുള്ളിലേക്ക് ഒരുപാട് നടക്കാറുണ്ടെങ്കിലും അമ്പലത്തിനുള്ളിലിരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയാനുള്ള ഒരു തിടുക്കത്തിലാട്ടോ അപ്പം ഞാൻ. ഇതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള ഓരോരോ അമ്പലങ്ങളും സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഓരോരുത്തരുടെ മനസ്സിലേക്ക് വന്നെത്തുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് എത്താറായിട്ടാണ്. ഇതാണ് അടുത്ത ഗോപുരം. രാജഗോപുരത്തിൻ്റെ അത്രയ്ക്ക് ഹൈറ്റ് ഇല്ലെങ്കിലും അതുപോലെ തന്നെയുള്ള നിരവധി ശില്പങ്ങളാണ് ഇതിന് മുകളിൽ കുത്തിവെച്ചിട്ടുള്ളത്. ഓരോരോ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിലും ഓരോരോ സ്ട്രീറ്റുകളും ഉണ്ട്. അവിടെ നിറയെ കടകളും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പിച്ചെടുക്കുന്ന ആൾക്കാർ വളരെ കുറവാന്ന് തോന്നുന്നു. ഇതുവരെ നമ്മൾ കണ്ടില്ല. പിന്നെ ഇവിടുത്തെ റോഡ് സൈഡിലുള്ള ഒറ്റ കച്ചവടക്കാർ പോലും നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല. അത് വാങ്ങും ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാനും ഇല്ലെന്നില്ല. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയുള്ള മൈൻഡ് അവർക്ക്. ഇവിടെ ശ്രീ മാരുതി നോൺ AC റൂമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇതിൻ്റെ ഉള്ളിലും റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇപ്പോൾ ഉള്ളിൽ എങ്ങനെയാണ് എന്താണെന്നുള്ളൊരു അറിയാനുള്ളൊരു ആകാംക്ഷയുള്ള കാരണം കൊണ്ട് ചൂടായിട്ടും നമുക്ക് അനുഭവപ്പെടില്ല എന്ന് മാത്രം. അങ്ങനെ നമ്മൾ നടന്ന് അടുത്തൊരു ഗോപുരം കൂടി എത്താറായിട്ടാണ്. നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് ഇത്രയധികം കടകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കടകളായി. അപ്പോൾ ഫ്രൂട്ട്സ്, പേരയ്ക്ക, മാങ്ങ, പൂക്കൾ, വെള്ളിയാഭരണങ്ങൾ, ഫോട്ടോ വിൽക്കുന്ന കടകൾ, പിന്നെ അതിൻ്റെ ഇടയിൽ ഹോട്ടലുകൾ, ഒരുപാട് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ഒരുപാട് കടകളുണ്ട് കേട്ടോ അവിടെ. ചില സ്ഥലത്തൊക്കെ കച്ചവടക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളോട് അത് വാങ്ങും ഇത് വാങ്ങുന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഒതുക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നത് അടുത്തൊരു ഗോപുരത്തിൻ്റെ അവിടെ എത്താറായി. ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കവാടം. ഈ ഒരു ഗോപുരത്തുമ്പോഴും നിരവധി ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറണ മെയിൻ കവാടം. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ മലയാളീസിനൊന്നും ഇവിടെ കാണാനേ ഇല്ല കേട്ടോ. ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാരും തമിഴ് പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഈ കാണുന്ന സ്ക്രീനിൽ അമ്പലത്തിലെ ദർശനത്തിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെരുപ്പും ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെരുപ്പ് മാത്രം കേട്ടോ സൂക്ഷിക്കാനുള്ളത്. നമ്മുടെ ബാഗൊക്കെ നമ്മൾ കാറിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്.
പിന്നെ ഒരുപാട് ആൾക്കാർ ചെരുപ്പൊക്കെ അമ്പലത്തിൻ്റെ പുറത്ത് ഊരിട്ടിട്ടാണ് പോകുന്നത്. പിന്നെ മൊബൈൽ നമുക്ക് ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മൊബൈൽ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല. ചില അമ്പലങ്ങളിൽ മൊബൈലും സ്മാർട്ട് വാച്ചൊന്നും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പുറത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. അങ്ങനെ പുറത്ത് വരി നിൽക്കേണ്ട അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. ഈ നിൽക്കുന്ന സെക്യൂരിറ്റിയാണ് നമ്മുടെ മൊബൈലൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാൻ പറയുന്നത്. കാരണം തൊട്ടടുത്തൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിത് ഉള്ളിലേക്ക് കിടന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു വലിയൊരു അമ്പലത്തിലേക്ക് വരണം തന്നെ. നമുക്ക് നടക്കാനായിട്ട് മാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ചൂടാണ്, കാല് പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെയധികം ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു കൊത്തുപണിയാട്ടോ ഈ മണ്ഡപത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറി ചെന്ന വഴിക്ക് തന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഓരോരോ ശില്പങ്ങളും ഗോപുരങ്ങളും ഒക്കെ കാണാനായിട്ട്. നമുക്ക് മെയിനായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇനിയും നടക്കാണ്ടിട്ട് അവിടെ നിന്ന്. പിന്നെ ഈ മണ്ഡപത്തിൻ്റെ വർക്കൊക്കെ നോക്കിയാൽ മുകളിലത്തെ അടിപൊളി വർക്കാട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ തൊഴാന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാട്ടാ. അങ്ങനെ നടന്നു പോകാൻ ഉള്ളിലേക്ക്. ഈ തൂണിൻ്റെ വർക്കൊക്കെ നോക്കിയാൽ എന്താ ഭംഗി കാണാനായിട്ട്. ഒരുപാട് തൂണുകളുണ്ട് കേട്ടോ അങ്ങോട്ട്. ഇവിടുത്തെ തൂണുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തൂണുകളിലും രാമായണം, മഹാഭാരതം, വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ, കഥകൾ ഇതൊക്കെ കൊത്തിയിട്ടുണ്ട് കേട്ടോ. കല്ലിൽ കൊത്തിയെടുത്ത ഈ ശില്പങ്ങളോട് കൂടിയിട്ടുള്ള ഈ തൂണുകളിൽ ഒറ്റ ജോയിന്റ് പോലും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഒറ്റ കല്ലിലാട്ടോ അത് കൊത്തിയെടുത്തിട്ടുള്ളത്. ഓരോ തൂണും 10-12 അടി നീളുണ്ട്. മാത്രമല്ല നല്ല വീതിയും. ഇവിടുത്തെ ചില തൂണുകൾ ശബ്ദ തൂണുകളെന്നും പറയുന്നുണ്ട് കേട്ടോ. ചില ഇതിൽ വീണ, തബല, നൃത്തശൈലികൾ എങ്ങനെയുള്ള പ്രതിമകളൊക്കെ കാണുന്നുണ്ട്. ഈ തൂണുകളെ താഴെ ഭാഗത്ത് ലിപികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംസ്കൃതം, തമിഴൊക്കെ തോന്നുന്നു. നമ്മളിപ്പോഴും ഉള്ളിലേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഇനിയും ഒരു ഗോപുരം കാണുന്നുണ്ട്. ഇനിയും അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും നടക്കണം. ഈ മണ്ഡപത്തിൻ്റെ ഉള്ളിലും നിറയെ തൂണുകൾ തന്നെയാട്ടാ. ഈ ക്ഷേത്രം ശ്രീരംഗം, തമിഴ്നാട് ദ്രാവിഡീയ ശൈലി നിർമ്മിതമായിട്ടുള്ള ഒരു മഹത്തായ ക്ഷേത്രമാണ്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നതിന്. ഈ അമ്പലം ഉണ്ടല്ലോ വളരെ 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 വലിയൊരു അമ്പലമാണ്. ദർശന സമയം നോക്കുകയാണെങ്കിൽ കാലത്ത് 6 മുതൽ 12 മണി വരെ, വൈകിട്ട് 4 മണി വരെ 9 വരെ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറാനുള്ള ക്യൂവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ക്യൂവിൽ നമ്മൾ നിന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണം. അതിനുശേഷം നമുക്ക് 100ൻ്റെ വരിയുണ്ട്, 500ൻ്റെ വരിയുണ്ട്, നോർമൽ വരിയുണ്ട്. അപ്പോൾ 100ൻ്റെ വരിയിൽ കയറാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ. അതായത് 100 രൂപയുടെ വരി, 500 രൂപയുടെ വരി. പിന്നെ ചില തൂണുമ്പോൾ വേറൊരു സംഭവം കൂടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മൊബൈൽ യൂസ് ചെയ്യരുത്, മൊബൈലിൽ ഫോട്ടോ എടുക്കരുതെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി മൊബൈൽ യൂസ് ചെയ്യണില്ലേ, മൊബൈൽ എടുത്ത് വയ്ക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഇനി തൊഴുതിറങ്ങിയതിന് ശേഷം കാണാം. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടപ്പോൾ 100 രൂപയുടെ വരിയിലാണ് ഞങ്ങൾ നിന്നത്. അതും 3 മണിക്കൂർ നിൽക്കേണ്ടി വന്നു. നമുക്ക് വരിയിൽ നിന്ന് ക്ഷീണമാവാതിരിക്കാൻ വേണ്ടിയിട്ട് പാല്, വെള്ളം, ബിസ്ക്കറ്റ് ഇതൊക്കെ അവർ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മൾ ഉള്ളിൽ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരംഗനാഥ സ്വാമി, അതായത് ഭഗവാൻ വിഷ്ണു ശൈത്യനിലയിൽ രൂപത്തിൽ ആദിശേഷൻ്റെ പാമ്പിൽ 7 തലയുള്ള പാമ്പിൽ വിശ്രമിക്കുന്നു. അതായത് ദൈവം പൂർണ്ണമായിട്ടും ആശ്വസിച്ച നിലയിൽ കൈകൾ ആരംഭിച്ചിട്ട് കിടക്കുന്നു എന്നർത്ഥം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലക്ഷ്മി പ്രതിഷ്ഠയുണ്ട്, ചക്രതാൽ പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഗണപതിയും ദുർഗാദേവിയുടെ ഒക്കെ പ്രതിഷ്ഠകൾ അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സുവർണ്ണ ഗോപുരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഫുള്ള് സ്വർണ്ണം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കേട്ടോ. ഇത് ക്ഷേത്രത്തിലെ പ്രധാന വിമാനഗോപുരമായിട്ടും ഭക്തർക്ക് ആകർഷണ കേന്ദ്രമായിട്ടും പുണ്യവും ധന്യതയും പ്രതീകപ്പെടുത്തുന്ന ഒരു സ്ഥലവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ചരിത്രം പറയുകയാണെങ്കിൽ രാമായണകാലത്ത് ഭഗവാൻ രാമൻ ഇവിടെ രംഗനാഥസ്വാമിയുടെ പ്രതിഷ്ഠ ചെയ്തതായാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞാണ് ചോള, പാണ്ഡ്യ, വിജയനഗര രാജവംശങ്ങൾ ഗോപുരങ്ങളും മണ്ഡപങ്ങളും ശില്പങ്ങളൊക്കെ ചേർത്ത് ഈ ക്ഷേത്രത്തെ വികസിപ്പിച്ചെടുത്തു എന്നും പറയുന്നുണ്ട്. പലരും പല രീതിയിലാണ് കഥകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിന് പുറത്തേക്ക് കിടക്കായിട്ടാണ്. ഇതേവിടെ പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കാം. എന്തായാലും ഒരു പ്രസാദ കിറ്റിന് അവിടെ 200 രൂപയായിട്ടാണ് ചാർജ്. ഞാനും ഒരു പ്രസാദ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ വാങ്ങാം. ഈ കിറ്റിൽ 2 ലഡു, 2 മുറുക്ക്, 2 ഒരു വട പോലത്തെ സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാം. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് അമ്പലത്തിൻ്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നോക്കിയാൽ ഈ വഴിയൊക്കെ എന്ത് ഭംഗിയാന്ന് പറയാണ്ട് ഉള്ളിൽ കയറാനുള്ള വരി കേട്ടോ. അത് ഞങ്ങളും ഈ വരിയിൽ നിന്നിട്ടാട്ടോ ഉള്ളിൽ കയറിയത്. ഞങ്ങൾ ഉള്ളിൽ കയറി വരി നിൽക്കുന്ന സമയത്ത് ഈ 500ൻ്റെ വരി, നോർമൽ വരിയൊക്കെ ഒറ്റ വരിയായി വന്നു കേട്ടോ. പിന്നെ ഫുള്ള് തിക്കും തിരക്കായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് തൊഴാനൊന്നും പറ്റില്ല കേട്ടോ. 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോഴേക്കും മുന്തി മാറ്റാണ്. അത്രയധികം തിരക്കാറുന്നു പിന്നെ ഉള്ളിൽ. ഇനി 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നട ക്ലോസ് ചെയ്യുന്നതാണ് പറയണത്. ഈ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ നമ്മൾ ഉള്ളിൽ കയറി തന്നെ. ഇപ്പോൾ അവിടെ വരി കാര്യങ്ങളൊന്നുമില്ല. അവിടെ ദർശന ടൈം ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരു ഗോപുരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഞങ്ങൾ അമ്പലത്തിന് പുറത്തൊന്നും എത്തിയിട്ടില്ല. എന്നാലും ഗോപുരത്തിനുള്ളിലാണ്. ഇപ്പോൾ എന്തോ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല. അതുപോലെ തോന്നുക. ഈ അമ്പലത്തിൻ്റെ അവിടെ തീർത്തും പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വരുന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഏത് വഴിയിലൂടെയാണോ ഉള്ളിലേക്ക് വന്നത് അതേ വഴി തന്നെയാണ് കേട്ടോ പുറത്തേക്കും പോണത്. നമ്മൾ അന്വേഷിച്ചത് പിള്ളേരോട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് ഈ ഒരു ഗോപുരത്തിൽ നിന്ന് അടുത്ത ഗോപുരത്തിന് പുറത്തേക്ക് പോകാം കേട്ടോ.
വീണ്ടും ഞങ്ങൾ ഇവിടേക്ക് നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുട്ടാ. ചില ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ഫോട്ടോസ് മാത്രം എടുക്കാൻ പാടുള്ളൂ, വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നിട്ടാ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല. ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും അടക്കം കുറേ എടുത്തു. അങ്ങനെ വലിയൊരു മഹാത്ഭുതവും കണ്ട് പിന്നീട് ഒരിക്കൽ വരാമെന്നും പറഞ്ഞ് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാം. ഭക്തിയും ശില്പകലയും ചരിത്രവും എല്ലാം ചേർന്ന് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം ഒരു അതുല്യ പവിത്ര കേന്ദ്രം തന്നെയാണ് കേട്ടോ. അതുമാത്രമല്ല, നടന്ന് ഒരുപാട് കാണാനുള്ള ഒരു അത്ഭുത ക്ഷേത്രം കൂടിയാണ് ഈ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം. അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങി ഞങ്ങൾ രഥം കാണാൻ വന്നേക്കാട്ടാ. തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചേക്കട്ടെ. അത് കാരണം വലിയ സുഖത്തിന് കാണാൻ പറ്റില്ല. എന്തായാലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം. ഭക്തിമാർഗം മാത്രമല്ല കേട്ടാ, വേറെ ഒരുപാട് കാര്യങ്ങൾ കാണാനും ഉണ്ട് ഇവിടെ. ഒരു മസ്റ്റ് വെസ്റ്റ് പ്ലേസ് തന്നെ പറയാം. ഇനി ഞങ്ങൾ ഇവിടുന്ന് തഞ്ചാവൂർ കേട്ടാ പോണത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തഞ്ചാവൂർ കാണാം. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് തഞ്ചാവൂർ വെച്ച് കാണാം. ബൈ.